കഥകളിയിലെ ആട്ടക്കഥകൾ എന്ന് പറയുന്നത് രാമായണത്തിൽ നിന്നോ മഹാഭാരതത്തിൽ നിന്നോ ഭാഗവതത്തിൽ നിന്നോ അങ്ങനെയുള്ള കഥകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചരിത്രമേ ഉള്ളൂ കഥകളിക്ക്. അത് കൃഷ്ണനാട്ടവുമായി ഒരു മത്സരം ഉണ്ടായിട്ട് അതിന്ന് വന്നതാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ കൊട്ടാരക്കര തമ്പുരാൻ എഴുതിയ 8 കഥകളും രാമായണത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ്. പുത്രകാമേഷ്ടി മുതൽ പട്ടാഭിഷേകം വരെയുള്ള 8 കഥകൾ ആട്ടം കഥകളാണ് തുടക്കം. പിന്നീട് വരുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. അദ്ദേഹമാണ് കഥകളിയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥകളുടെ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കഥകളുടെ ഒരു കലാകാരന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടേറിയ, അതായത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളുള്ള കഥാപാത്രങ്ങളുടെ കഥകൾ എഴുതിയ അദ്ദേഹം മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ധർമ്മപുത്രര് നായകനായ ഒരു കഥയുണ്ട്, ഭീമൻ നായകനായ 2 കഥയുണ്ട്, അർജുനൻ നായകനായ ഒരു കഥയുണ്ട്. അങ്ങനെ അത്തരം കഥകളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ കഥാപാത്രങ്ങളെ തന്നെയാണ്. മാനുഷികരും അല്ലെങ്കിൽ അത്രയേറെ പക്ഷികളെയും പറവകളെയും ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ അതിന്റെ ഉപകഥയായി വന്നിട്ടുള്ള അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ ഉപകഥയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന നളചരിതം, ഉണ്ണായി വാര്യർ 4 ദിവസം കൊണ്ട് എഴുതിയിട്ടുള്ള നളചരിതത്തിലും ഇതുപോലെ തന്നെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഹിന്ദു സംസ്കാരം. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ നമ്പൂതിരി ഇല്ലങ്ങളിലും ചിലവരൊക്കെ പറഞ്ഞൊക്കെ സവർണരുടെ കളിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പുച്ഛിക്കാന്നുള്ളത് പുറന്നു പറയാനില്ല എനിക്ക് അതിനകത്ത്. കാരണം എല്ലാവരും സവർണരാണോ ഇതിനകത്ത് കളിക്കണം? ഒന്നുമല്ല, വെറുതെ അങ്ങനെ പറയാൻ വേണ്ടി ഘോഷിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നിലനിന്ന് വന്നതാണ് കഥകളി എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് മഗ്ദലന മറിയവും മിശികാചരിതവും രമണനും ഒക്കെ കഥയായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്.